ഇവിടുത്തെ CPM-കാർ അവർക്ക് സഹിക്കാൻ വയ്യാത്ത പകയുണ്ട് കോൺഗ്രസിനോട്, ലീഗിനോട്. നമ്മൾ കാണാറില്ലേ, എവിടെയെങ്കിലും BJP-കാരൻ കോൺഗ്രസിൽ പോയാൽ നിങ്ങൾ ആ വാർത്ത അറിയുന്നതിന് മുൻപ് കക്കഞ്ചേരി അങ്ങാടിയിലെ സഖാവ് പത്രത്തിൽ ഉറക്കം വയ്ക്കുക, അറിഞ്ഞില്ലേ? അവിടെ കോൺഗ്രസ്സുകാരൻ BJP പോയിട്ടോ, എന്നുവെച്ചാൽ BJP-ക്ക് ഒരാൾ കൂടി, കോൺഗ്രസിന് ഒരാൾ കുറഞ്ഞു. എന്ത് സന്തോഷാണ്, എന്ത് ആളത്താണ് അവന്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് അപൂർവമായിട്ട് അവിടെ നിന്ന് ഒരാൾ ഇവിടേക്ക് വന്നത്. എവിടെ നിന്ന്? BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് വന്നു, സന്ദീപ് വാര്യർ. ഞാൻ ആ മാറ്റം ഒരുപക്ഷെ അവിശ്വസനീയമായ ഒന്ന് അത് സംഭവിച്ചപ്പോൾ കേരളത്തിന്റെ മാധ്യമങ്ങൾ, കേരളത്തിന്റെ പൊതുവിടങ്ങൾ, ഒരുപക്ഷെ വിദ്വേഷ പ്രചരണത്തിന്റെ വേദികളായി മാറുന്ന കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചവരാണ്. ഒരു ട്രോള്, ആ ട്രോളിൽ പാർട്ടി മാറിയതിന്റെ പിറ്റേ ദിവസം സന്ദീപ് വാര്യർക്ക് ഒരു തൊപ്പി, അതിന്റെ പിറ്റേ ദിവസം സന്ദീപ് വാര്യർക്ക് ഒരു മുസല്ല, മൂന്നാമത്തെ ദിവസം സന്ദീപ് വാര്യർക്ക് ബിരിയാണി, നാലാമത്തെ ദിവസം സന്ദീപ് വാര്യർ സുന്നത്തിലാണ് കഴിഞ്ഞെടുക്കണം. ട്രോളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇമ്മറ്റിൽ പരിഹസിക്കാൻ ശ്യാമളവരെ സന്ദീപ് വാര്യർ മതം മാറിയോ? ഞാൻ ഹിന്ദുവല്ല എന്നാണ് പറഞ്ഞത്. ഇല്ലല്ലോ. ആകെ പറഞ്ഞത് ആ മതത്തിന്റെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന RSS-ന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. രാഹുൽ ഗാന്ധി ഹിന്ദുവാണല്ലോ. ഹിന്ദു എന്ന നിലയ്ക്കുള്ള അടയാളങ്ങൾ അവർ മാറ്റിവെച്ചാറില്ലല്ലോ.